വെൽക്കം ടു റോട്ടോ ടോക്സ്. കഴിഞ്ഞ 2-3 വീഡിയോ 1000K കിട്ടിയെന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ 600 സംതിങ് വ്യൂസ് കിട്ടിയുള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 100 ലൈക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾക്ക് ഇതുവരെ 100 ലൈക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും മാച്ചിലേക്ക് കിടക്കാം അല്ലേ. ഇന്നലെ മാച്ചിൽ ആ ഒരു സൂപ്പർ ഓവറിലേക്ക് കളി എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഗംഭീര മാച്ച് തന്നെ അല്ലേ. ഇപ്പൊ റീസെന്റ് വീക്കിലൊക്കെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ 3 സീസണുകളായിട്ട് ഇല്ലാത്തൊരു സംഭവമായിരുന്നു സൂപ്പർ ഓവർ എന്ന് പറയുന്നത്. കാരണം IPL സൂപ്പർ ഓവർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ 2-3 സീസണായിട്ട് സൂപ്പർ ഓവർ വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സീസണിലാണ് സൂപ്പർ ഓവർ വന്നത്. അപ്പോൾ സൂപ്പർ ഓവറിൽ ഏറ്റവും കൂടുതൽ തവണ IPL വിജയിച്ച ടീമാണ് ഡൽഹി. അപ്പോൾ ആ ഡൽഹി അവരുടെ ഒരു ചരിത്രം നിലനിർത്തി. ഇന്നലെ രാജസ്ഥാനെതിരെ മത്സരം വിജയിച്ചു. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ ഈ സീസണിൽ അവരുടെ ഒരു മോശം പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മോശം പ്രകടനം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു വിജയ വഴിയിലോട്ട് തിരിച്ചെത്തുന്നില്ല. എന്തായാലും മത്സരത്തിലോട്ട് വരുമ്പോൾ ആദ്യം ഡൽഹിയാണ് ബാറ്റ് ചെയ്തത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് KL രാഹുൽ തന്നെയാണ് നിലവിൽ ഈ സീസണിൽ. ബാക്കി എല്ലാവരും അതിനനുസരിച്ച് സപ്പോർട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ഏറ്റവും ഹയസ്റ്റ് സ്കോറും കാര്യങ്ങളൊക്കെ KL രാഹുലാണ്. അപ്പം ഇന്നലെ അവർ വളരെ പ്രതീക്ഷയോടെ താരമാണ് ഫ്രേസർ മഗർക്ക്. നമ്മൾ കഴിഞ്ഞ എല്ലാ കളികളിലും പറയുന്ന കാര്യമാണ് ഫ്രേസർ മഗർക്കിൻ്റെ ഫോമില്ലായ്മ. ഇന്നലെ അദ്ദേഹം ഒരു ഷോട്ട് അടിച്ചു, അനാവശ്യ ഷോട്ട് അടിച്ചു, അത് ഔട്ടാവുകയാണ് ഉണ്ടായത്. പിന്നീട് KL രാഹുലും അതുപോലെ തന്നെ അഭിഷേക് പോറലും വരുന്നു. ആദ്യത്തെ ഒരു 3-4 ഓവറുള്ള അത്യാവശ്യം നല്ല റൺ റേറ്റിലാണ് പോയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, KL രാഹുലിൻ്റെ ഒരു പ്രഷർ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ, ഒരു ബാറ്റിംഗ് പ്രഷർ കിട്ടുന്നുണ്ട്. പിന്നിലോട്ട് അധികം കളിക്കാരില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ 38 റൺസ് 30 ബോൾ എന്നൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം എടുത്തത്. എന്തായാലും അഭിഷേക് പോറലും നമുക്കറിയാം പവർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും സ്ട്രൈക്ക് റേറ്റ് നല്ല രീതിയിൽ കുറയും. അപ്പം ഇന്നലെ ഒരു താരതമ്യേന കുറച്ച് റൺ റേറ്റിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. കരുൺ നായർ അദ്ദേഹത്തിൻ്റെ റൺഔട്ട് അതിൻ്റെ ഇടയിലുണ്ടായി, പറയാൻ വിട്ടുപോയി. അതൊരു അനാവശ്യ റൺഔട്ടായിരുന്നു. ഒരു ഇല്ലാത്ത റണ്ണിനായിട്ട് ഓടി അദ്ദേഹം. അത്രയും ഫോമിലുള്ള ബാറ്റ്സ്മാനാണ് അദ്ദേഹം. എന്തിനാണ് ആ ഇല്ലാത്ത റണ്ണായിട്ട് ഓടി ഔട്ടായെന്ന് അറിയില്ല. എന്തായാലും അതൊരു ശോകം കാര്യമായി ഇന്നലെ. പക്ഷെ പിന്നീട് അഭിഷേക് പോറലും അതുപോലെ KL രാഹുൽ ഔട്ടായതിനു ശേഷം അക്സർ പട്ടേലും സ്റ്റബ്സും അവർ നല്ല രീതിക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 180 മുകളിലോട്ടൊരു സ്കോർ, ഒരു ഡീസൻറ്റ് ടോട്ടലിലോട്ട് ടീം എത്തിയത്. അവരുടെ ആ ഒരു അവസാന നിമിഷത്തിൽ ആ ഒരു ഇതില്ലായിരുന്നെങ്കിൽ, വെടിക്കെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 160 താഴേക്ക് ഒതുങ്ങിയാനെ. അപ്പോൾ പോരാത്തതിന് RR ഫീൽഡേഴ്സിൻ്റെ ഒരു മോശം പ്രകടനം, എസ്പെഷ്യലി തീക്ഷണ. നമ്മൾ ചെന്നൈയിലുള്ള ടൈമിലോട്ട് കാണുന്നതാണ്. അദ്ദേഹം ഫീൽഡിങ്ങിൽ ഭയങ്കര പുറകോട്ടാണ് തീക്ഷണ. അദ്ദേഹം വളരെ യങ്ങാണ്, ഭയങ്കര അത്രയും ഒരു ഇതുള്ള പ്ലെയറാണ്, നല്ല സ്പിൻ ബോളറാണ്. പക്ഷെ ഫീൽഡിങ്ങിൽ എപ്പോഴും വളരെ മോശം പ്രകടനമാണ്. അല്ല, ഇതിപ്പോ മൊത്തത്തിലുണ്ട്. ഇപ്പൊ DCയിലുണ്ടായിരുന്നു കുറെ മിസ്റ്റേക്കുകൾ. പിന്നെ നമ്മൾ റീസെന്റ് വീക്കിലൊക്കെ കണ്ടാലും അറിയാം കുറെ ടീമുകൾ ഇങ്ങനെയാണ്, മോശം ഫീൽഡിങ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അല്ല, ഇപ്പൊ സെക്കൻഡ് ഇന്നിങ്സിൽ കുറെ മിസ് ഫീൽഡിങ്ങിന് വരുന്നുണ്ട്. കാരണം ഡ്യൂ ഫാക്ടർ നന്നായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മിസ് ഫീൽഡ് സെക്കൻഡ് ഇന്നിങ്സിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ ടീമിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഫീൽഡേഴ്സിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഫസ്റ്റ് ഇന്നിങ്സിൽ ലാസ്റ്റ് ബോൾ സ്റ്റെപ്സ് അടിച്ച പന്ത് പൊന്തി വളരെ ഈസി ക്യാച്ച്, സർക്കിളിൽ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ക്യാച്ച് അദ്ദേഹം വിട്ടുകളയുണ്ടായത്. അപ്പൊ ആ ഒരു സിംഗിൾ അവർ ഓടുകയും ചെയ്തു. അപ്പൊ ഒരു റണ്ണിനാണ് മത്സരം ടൈ ആയത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ആ ഒരു ഒറ്റ റണ്ണ്. അതും പക്ഷെ ആ ഒരു സിംഗിളും വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തടയായിരുന്നു. ക്യാച്ച് വിട്ടിട്ട് സിംഗിൾ ആയിരുന്നു. ആ ക്യാച്ച് വിട്ട ഫ്രസ്ട്രേഷനിൽ പന്ത് അടിച്ചു കളയുക. അപ്പൊ അതൊരു സിംഗിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു റണ്ണിന് അവിടെ മത്സരം ടൈ ആയി അവർ ജയിക്കുക. അപ്പൊ അത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ മത്സരത്തെ സ്വാധീനിക്കുന്ന ഒരിതാണ്. ഇന്നലെയും ഒരുപാട് ഫീൽഡ് മിസ്റ്റേക്സുകൾ ഒഴിവാക്കി കളി ജയിക്കായിരുന്നു. പിന്നെ മറുഭാഗത്തൊരു ഡൽഹിയുടെ ബോളിംഗ്, അതായത് നമ്മുടെ രാജസ്ഥാന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു ബോളർ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഒരു ട്രംപ് കാർഡായിട്ട്. കാരണം ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച ബോളിംഗ് ആവറേജും ഏറ്റവും മികച്ച എക്കണോമിയുള്ള ബോളറാണ് കുൽദീപ് യാദവ്. കുൽദീപിന് ശരിക്കും പറഞ്ഞ ഒരു ഫീൽഡിങ്ങിന്റെ ഇടയിൽ എന്തോ പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു, വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. ഒരു ബൗണ്ടറി സേവ് ആക്കാൻ നോക്കിയിട്ട് ചെറിയൊരു പരിക്ക് പറ്റി. അപ്പൊ എന്തായാലും രാജസ്ഥാന്റെ ഒരു ഗംഭീര സ്റ്റാർട്ട്. ജയ്സ്വാൾ നല്ല ടച്ചില്, സഞ്ജുവും നല്ല ടച്ചില്, അത്യാവശ്യം നല്ല 10 മുകളിൽ റൺ റേറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. രാജസ്ഥാൻ ഫാൻസ് ഒക്കെ വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടിരുന്നിട്ട് കളി കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് സഞ്ജു സാംസൺ ഒരു പരിക്ക് വന്നിട്ട് അദ്ദേഹം ഹെർട്ടായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പോകണമെന്നൊരു കാഴ്ച. കാരണം അത്രയും നല്ലൊരു ടച്ചിൽ സ്പിന്നേഴ്സിനായാലും പേസർമാരായാലും നല്ല രീതിക്ക് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അദ്ദേഹത്തിന് ആ ഒരു പരിക്ക് വരുന്നത്. അത് വളരെ വിഷമകരമായ കാഴ്ച. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു രാജസ്ഥാന്. അപ്പോൾ അദ്ദേഹത്തിന് ആണെങ്കിൽ ആ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ സഞ്ജു ബാറ്റ് വീശുന്ന ഒരു കാഴ്ച, ആ ഒരു ഫോമിൽ സഞ്ജു നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ടീം വിജയിക്കാൻ ചെയ്താണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് റിട്ടയർഡ് ഹർട്ടാവുന്നു.
അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ഗ്രൗണ്ട് വിടുന്ന ഒരു കാഴ്ച ഉണ്ടായത്. അത് രാജസ്ഥാൻ ഫാൻസ് അപ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൈൻ ആയിരുന്നു അത്. സഞ്ജു ഫോമിലേക്ക് വരുന്ന ഒരു തുടക്കം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. സഞ്ജു അതല്ലേ സ്വതസിദ്ധമായ ശൈലിയിൽ സഞ്ജു തുടങ്ങിയ ഒരു മത്സരമായിരുന്നു. ഇനി സഞ്ജുവിന്റെ പരിക്ക് അത് ഗുരുതരമാവില്ല എന്ന് വിചാരിക്കുക. എങ്ങാനും ഗുരുതരമാണെങ്കിൽ ഒരു ഓപ്പണറായിട്ട് വേറൊരു പ്ലെയറെ പോലും രാജസ്ഥാന് പരീക്ഷിക്കാനില്ല ആ ഒരു സ്ഥാനത്ത്. പിന്നീടാണ് രാജസ്ഥാന്റെ ഒരു ഒരു തകർച്ച എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും അവരുടെ ആ ഒരു താളം അവിടെ പോകാനുണ്ടായത്. പിന്നീട് എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ കാണിച്ചൊരു മണ്ടൻ തീരുമാനമായിരിക്കണം റിയാൻ പരാഗിനെ 1 down ആയിട്ട് ഇറക്കുക. കാരണം റിയാൻ പരാഗ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ള നമ്പർ 4 പൊസിഷനിലാണ്, നമ്പർ 3 അപ്പോൾ നിതീഷ് റാണാണ് ഈ നമ്പർ 3 കൂടുതൽ നല്ല ഇന്നിങ്സുകൾ വന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരുടെ പൊസിഷൻ മാറ്റി ഇറക്കുന്നത് അത്ര ഒരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയില്ല. റിയാൻ പരാഗിനോട് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല. അക്ഷർ പട്ടേലിന്റെ ബോളിൽ ബൗൾഡായിട്ട് പോവാണ്. പക്ഷെ പിന്നീട് ജയ്സ്വാളും നിതീഷ് റാണ കുറച്ച് ചാൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഡൽഹി ഫീൽഡേഴ്സിന് പറ്റിയില്ല. എന്തായാലും അവർ നല്ല രീതിക്ക് ആ സ്കോർ മുന്നോട്ട് പോയി. അവസാനത്തെ 3 ഓവറുകളിൽ ഏകദേശം 36ഓളം റൺസ് വേണമായിരുന്നു രാജസ്ഥാൻ വിജയിക്കാൻ. അതിനിടയിൽ കുൽദീപ് യാദവ് ആണെങ്കിൽ നമ്മുടെ ജയ്സ്വാളിന് വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ജയ്സ്വാളിന്റെ വിക്കറ്റ് അത് KL രാഹുലിന്റെ ഒരു ബ്രില്യൻസ് ആണ് കേട്ടോ, ഫീൽഡ് സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പറയണം. കാരണം ഇപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനല്ല, സ്റ്റിൽ അദ്ദേഹം ടീമിന്റെ കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അക്ഷർ പട്ടേലിന്റെ ആ ഒരു ഇൻഎക്സ്പീരിയൻസും കുറവും കാരണം അദ്ദേഹം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ. പക്ഷെ അവസാനത്തെ 3 ഓവറുകൾ അവിടെയാണ് കളി കറക്റ്റ് ഡൽഹിയുടെ കയ്യിലോട്ട് എത്തുന്നത്. കാരണം 2 ഓവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ സ്റ്റാർക്കിന് ഓപ്പണിംഗ് സ്പെല്ല് കഴിഞ്ഞിട്ട്. അവസാനത്തെ 3 ഓവറുകളിൽ 36 റൺസ് വേണ്ട ഒരു സാഹചര്യത്തിൽ സ്റ്റാർക്ക് വന്നിട്ട് ആ ഒരു 18ാമത്തെ ഓവർ അദ്ദേഹം വിട്ടുകൊടുക്കുന്നത് വെറും 8 റൺസാണ്. 19ാമത്തെ ഓവറിൽ മോഹിത് ശർമ്മ നല്ല രീതിക്ക് അടിവായിട്ട് മേടിക്കുന്നു. അവസാനത്തെ ഓവറിൽ 9ഓളം റൺസ് മാത്രം ടാർഗറ്റ്. ഹെറ്റ്മയറിന് ചുരലാണ് ക്രീസിൽ നിൽക്കുന്നത്. നമുക്കറിയാം ഹെറ്റ്മയർ വളരെ മികച്ചൊരു ഹിറ്ററാണ്. തീർച്ചയായിട്ടും ഒരു 6 or 4 ഒരു ബൗണ്ടറി വന്നു കഴിഞ്ഞാൽ കളി തിരിയും. ആ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് യോർക്കേഴ്സ് എല്ലാ ബോളും, ആ ഒരു 5 ബോളും കറക്റ്റ് സ്പോട്ടിൽ വരുന്ന ഒരു ഒറ്റ ബോൾ മാത്രമാണ്. ഫ്രീറ്റ് വന്ന് മറ്റേ സൂപ്പർ ഓവറിലാന്ന് തോന്നുന്നു. ഫ്രീറ്റ് വന്ന് സൂപ്പർ ഓവറിലാണ്. അതുപോലും മുതലെടുക്കാനായിട്ട് രാജസ്ഥാന് പറ്റുന്നില്ല. സ്റ്റാർക്ക് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച്, നമ്മൾ അദ്ദേഹത്തിന്റെ പേരിട്ട് തന്നെ പറയാണ്. മത്സരശേഷം ഡെയിൽ സ്റ്റെയിൻ പറഞ്ഞൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു പൈസ എന്തിനാണ് ഇദ്ദേഹത്തിന് മുടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പൈസക്ക് ഇദ്ദേഹം വർത്താണെന്ന് അർത്ഥം വരുന്ന ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും തന്നെയാണ്. തന്റെ പ്രൈം ഫോമിലല്ല, അല്ലെങ്കിൽ തന്റെ പ്രൈമിലല്ല ഒരിക്കലും സ്റ്റാർക്ക്. അദ്ദേഹത്തിന്റെ ഒരു ഏജ് ആയി കഴിഞ്ഞു. സ്റ്റിൽ IPL ഈ ഒരു ടൈമിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ മേടിക്കുന്നത്. അവസാനം 8 മത്സരങ്ങളിൽ നിന്ന് 4ാമത്താണ് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്റ്റാർക്ക് മേടിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്റ്റാർക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളറായിട്ട് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ അത് ഇന്നലെ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ്. ആ ഒരു 18ാമത്തെ ഓവറും 20ാമത്തെ ഓവറും അദ്ദേഹം ബോൾ ചെയ്ത രീതി ഒരു ഈസിലി വിജയം മറ്റേ രാജസ്ഥാൻ കണ്ട സ്ഥാനത്ത് നിന്നാണ് കളി തിരിച്ച് ഒരു സൂപ്പർ ഓവറിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. ഒരു പക്ഷേ 20ാമത്തെ ഓവറിലെ കുറച്ച് മിസ്റ്റേക്സുകൾ ഉണ്ട് കേട്ടോ. ഒരു ഡബിൾ ഓടാവുന്ന ഒരു ചാൻസ് ജുറൽ ഡിനേ ചെയ്യുന്ന ഒരു കാഴ്ച. ആ ഡബിൾ ഈസിലി അവർക്ക് കിട്ടിയാനേ ഓടിയിരുന്നെങ്കിൽ. സ്റ്റഫ്സിന്റെ ത്രോയും കുറച്ച് വൈഡായിരുന്നു. എന്നിട്ട് ആ ഒരു മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചു. സൂപ്പർ ഓവറിലും വളരെ മികച്ച ബോളിംഗ്. വെറും 11 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നത്. 2 വിക്കറ്റ് അതിനിടയിൽ നഷ്ടമായി. ഇല്ലാത്ത റണ്ണൊക്കെ ആയിട്ട് ഓടിയാതാണ്. ഒരു ഹെറ്റ്മയറിനും ജുറലിനും ഇന്നലെ ഒരു മോശം ദിവസമായിരിക്കണം. അതില്ലെങ്കിൽ ഇത്രയും ഒരു നല്ല പ്ലെയേഴ്സ് ആണ്, അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല വിജയത്തിലോട്ട്. ഇന്നലെ എടുത്തു പറയേണ്ടത് RRലെ സന്ദീപിന്റെ ബോളിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും സന്ദീപ് ശർമ്മനെ അദ്ദേഹം ഇന്നലെ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞൊരു ബോളറായിരുന്നു. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് ആ ടീമിന് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സിലുള്ളപ്പോഴും വളരെ മികച്ച എക്കണോമിക്കൽ ബോളറായിരുന്നു. രാജസ്ഥാൻ ഈ സീസണിൽ ബോൾട്ടിനെയും അതുപോലെ ബട്ട്ലറിനെ ഒന്നും നിലനിർത്താതെ സന്ദീപ് ശർമ്മനെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പുറത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ആസ് യൂഷ്വൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നില്ല. പവർ പ്ലേയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റിൽ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ ടീം വിജയത്തിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു നിരാശ മാത്രമാണ് എല്ലാവർക്കും ബാക്കി. ഇന്നലെ പവർ പ്ലേയിലായപ്പോലും പരാഗിനെയൊക്കെ ഇറക്കി വിട്ടത് ഒരു മികച്ച തീരുമാനമായിട്ട് തോന്നുന്നില്ല. എന്തായാലും രാജസ്ഥാൻ ഇനിയുള്ള മത്സരങ്ങളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഫീൽഡിങ്ങിലും ഇന്നലെ തീക്ഷണ വിട്ടൊരു ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഒരു റൺ അവിടെ വരില്ല. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് വരുമ്പോഴാണ് കളി കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ.